നാം ഏറ്റവും വിശദമായി പഠിച്ച സൗരയൂഥത്തിലെ ഗ്രഹമാണ് മാർസ്. നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചുവന്ന നിറം നൽകിയ ഗ്രഹം, മനുഷ്യരുടെ അടുത്ത ഭവനം ആകാൻ പോകുന്ന ഗ്രഹം, ഒരു കാലത്ത് സമുദ്രങ്ങളും പുഴകളും നിറഞ്ഞൊഴുകിയിരുന്ന ഗ്രഹം. നമ്മുടെ ഈ അയൽഗ്രഹം മനുഷ്യനിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? മനുഷ്യനറിയാണ്ട് എവിടെയെങ്കിലും ജീവൻ ഒളിപ്പിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മനുഷ്യരുടെ സ്വപ്നങ്ങൾക്ക് വലിയ ഒരു ഊർജം ലഭിക്കും. മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേഗത വർദ്ധിക്കും. പ്രപഞ്ചത്തിൽ മറ്റെവിടെയെങ്കിലും നമ്മെ കൂടാതെ ജീവൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് മനുഷ്യൻ വളരെ കാലമായി ചോദിച്ചു തുടങ്ങിയ ചോദ്യമാണ്. ഭൂമിക്ക് സമാനമായ കുറേ ഗ്രഹങ്ങൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അടുത്തെങ്ങും മനുഷ്യന് അവിടെ എത്തിച്ചേരാൻ സാധിക്കാത്ത അത്ര ദൂരത്തിലാണ് ഇവയെല്ലാം. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ തന്നെ ഭൂമിക്ക് സമാനമായ ജീവൻ ഉണ്ടാകാൻ സാധ്യതയുള്ള 1000 കോടി ഗ്രഹങ്ങളെങ്കിലും ഉണ്ടെന്നുള്ളതാണ് ശാസ്ത്രജ്ഞരുടെ അനുമാനം. ഓരോ ഗ്രഹത്തിനും 1000 രഹസ്യങ്ങൾ നമ്മോട് പറയാനുണ്ടാകും. എന്നാൽ നമ്മുടെ തൊട്ടടുത്ത് ജീവനുണ്ടാകാൻ സാധ്യതയുള്ള ഗ്രഹമാണ് ചൊവ്വ. നമ്മൾ നടത്തിയ പഠനങ്ങൾ പ്രധാനമായും അവിടെ ജീവൻ്റെ അംശമുണ്ടോ എന്നറിയാൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും മണ്ണിലെയും അന്തരീക്ഷത്തിലെയും രാസഘടനയുമെല്ലാം നമുക്കറിയാം. മാർസ് എർത്തിനെ പോലെ ഏകദേശം 450 കോടി വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടതാണ്. നമ്മുടെ സൂര്യൻ്റെ ഹാബിറ്റബിൾ സോണിൽ നിൽക്കുന്ന 3 ഗ്രഹങ്ങളിൽ ഒന്നാണ് മാർസ്. വീനസ്, എർത്ത് എന്നിവയാണ് മറ്റ് 2 ഗ്രഹങ്ങൾ. എർത്തിനെ അപേക്ഷിച്ച് വളരെ ചെറിയ ഗ്രഹമാണ് മാർസ്. ഒരു ചെറിയ ഗ്രഹമായതിനാൽ മാർസിലെ ഗ്രാവിറ്റി വളരെ കുറവാണ്. എർത്തിനെ അപേക്ഷിച്ച് ഗ്രാവിറ്റി 38% മാത്രമേ ഉള്ളൂ. അതായത് എർത്തിൽ 100 കിലോഗ്രാം വെയിറ്റുള്ള ഒരാൾക്ക് മാർസിൽ 38 കിലോഗ്രാം മാത്രമേ ഉണ്ടാകൂ. ചൊവ്വയുടെ ഉപരിതലം നാം വിശദമായി പഠിച്ചിട്ടുണ്ട്. 1966 വിക്ഷേപിച്ച മാർസ് ഗ്ലോബൽ സർവൈവർ എന്ന ഉപഗ്രഹം ഏകദേശം ലേസർ ബീം ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് ഉപരിതലത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ വളരെ വിശദമായി മനസ്സിലാക്കി. ഈ പഠനങ്ങൾ കാണിച്ചു തരുന്ന ഒരു വലിയ അറിവുണ്ട്. ചൊവ്വയിൽ ഒരു കാലത്ത് കടലുണ്ടായിരുന്നു. ഉപരിതലത്തിലെ താഴ്ന്ന പ്രദേശങ്ങളും അവയുടെ ചെരിവുകളും കാണിച്ചു തരുന്നത് ഈ വിവരമാണ്. എന്നാൽ ഇപ്പോൾ ചൊവ്വയിലെ കടൽ എവിടെ പോയി? ചൊവ്വ ഒരു ചെറിയ ഗ്രഹമാണ്. ചെറിയ ഗ്രഹങ്ങൾക്ക് അവയുടെ ഉള്ളിലെ ചൂട് നിലനിർത്താൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ചൊവ്വയിലെ ഉള്ളിലെ കോറിലെ ഉരുകിയ ലോഹങ്ങളുടെ ഒഴുക്ക് നിന്നു. ഇതിനാൽ ചൊവ്വയ്ക്ക് അതിൻ്റെ കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് നഷ്ടപ്പെട്ടു. തന്മൂലം സൂര്യനിൽ നിന്നുള്ള ചാർജുള്ള കണങ്ങൾ ചൊവ്വയിലെ അന്തരീക്ഷത്തിൽ നിന്നും ജലത്തെയും വായുവിനെയും പുറത്തേക്ക് തെറിപ്പിക്കുന്നു. ചൊവ്വയിലെ അന്തരീക്ഷം വളരെ നേർത്തതായത് ഇതിനാലാണ്. ഭൂമിയിലെ ഏകദേശം 35 കിലോമീറ്റർ ഉയരത്തിലുള്ള കട്ടി മാത്രമേ ചൊവ്വയുടെ അന്തരീക്ഷത്തിനുണ്ടാകുകയുള്ളൂ. അവിടെ വായുവിൻ്റെ 96% കാർബൺ ഡൈ ഓക്സൈഡാണ്. വളരെ തിന്നായിട്ടുള്ള അന്തരീക്ഷവും കുറഞ്ഞ ഗ്രാവിറ്റിയും കാരണം ചൊവ്വയുടെ ഉപരിതലത്തിൽ ജലമില്ല. ഇന്ന് ചൊവ്വയിൽ ജലമുള്ളത് സൂര്യപ്രകാശം ഏൽക്കാത്ത പോൾസിൽ അല്ലെങ്കിൽ ധ്രുവങ്ങളിൽ മാത്രമാണ്, അതും ഐസ് രൂപത്തിൽ. ഇവിടുത്തെ താപനില -140 ഡിഗ്രി സെൽഷ്യസ് അടുപ്പിച്ചാണ്. ചൊവ്വയിലെ ഏറ്റവും ഉയർന്ന താപനില മധ്യരേഖയിൽ ഏതാണ്ട് 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. എർത്തിൽ ഈ താപനില സാധാരണയായതിനാൽ ഇത് ജീവന് വളരെ യോജിച്ച താപനിലയാണെന്ന് തോന്നും. എന്നാൽ നമ്മൾ ഈ ടെമ്പറേച്ചറിൽ അവിടെ സ്പേസ് സൂട്ട് ഇല്ലാതെ നിന്നാൽ നമ്മുടെ ശരീരത്തിലെ വാട്ടറും ബ്ലഡും തിളയ്ക്കാൻ തുടങ്ങും. കാരണം അവിടെ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. എർത്തിൽ 0 ഡിഗ്രി മുതൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ലിക്വിഡ് വാട്ടർ നിലനിൽക്കുന്ന താപനില. എന്നാൽ ചൊവ്വയിൽ 0 ഡിഗ്രി മുതൽ 10 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിൽ മാത്രമേ ലിക്വിഡ് വാട്ടർ നിലനിൽക്കൂ. ഇതിന് കാരണം അവിടെ വായുമർദ്ദം കുറവാണെന്നുള്ളതാണ്. വായുമർദ്ദം കുറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയും. ഭൂമിയിൽ തിക്കായിട്ടുള്ള അന്തരീക്ഷം കാരണം ഉയർന്ന അന്തരീക്ഷമർദ്ദമാണുള്ളത്. ചൊവ്വ ഗ്രഹത്തിന് മറ്റൊരു രഹസ്യമുണ്ട്. അവിടെ ശബ്ദം അധിക ദൂരത്തേക്ക് സഞ്ചരിക്കുകയില്ല. ശബ്ദ തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ ഒരു മീഡിയം ആവശ്യമാണ്. എർത്തിൽ തിക്കായിട്ടുള്ള അന്തരീക്ഷം കാരണം ഇത് എളുപ്പമാണ്. എന്നാൽ ചൊവ്വയിൽ വളരെ നേർത്ത അന്തരീക്ഷമാണുള്ളത്. കുറച്ച് അകലെ നിൽക്കുന്ന ഒരാളുമായി സംസാരിക്കാൻ ബുദ്ധിമുട്ടും എന്നർത്ഥം. എന്നാൽ ചന്ദ്രനിൽ ഒരു അന്തരീക്ഷം പോലും ഇല്ലാത്തതിനാൽ യാതൊരു ശബ്ദവും സാധ്യമല്ല. കാഴ്ച മാത്രമേ സാധ്യമാകൂ. അവിടെ ശബ്ദമില്ലാത്ത ഒരു സ്ഥലമാണ് ചന്ദ്രൻ എന്നർത്ഥം. മാർസിലെ അന്തരീക്ഷത്തിൽ ചെറുതായി വാട്ടർ വേപ്പർ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാർസിലെ മണ്ണിനടിയിൽ ദ്രാവകജലം ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഈ ജലം ചിലപ്പോൾ ചൂട് നീരുറവകൾ ആയി പുറത്തു വരാം, അഗ്നിപർവ്വതങ്ങൾ പോലെ. ജലം ഒഴുകിയതിൻ്റെ പാടുകൾ ചൊവ്വയിൽ ധാരാളമുണ്ട്. അവിടെ ധാരാളം ഉണ്ടാകുന്ന ഉൽക്കാപതനങ്ങളും ചൂട് വർദ്ധിപ്പിക്കുവാനും ജലത്തെ ബാഷ്പീകരിക്കാനും കാരണമായിട്ടുണ്ടാകാം. ചൊവ്വയിലെ വായുവിന് കട്ടി കുറവായതിനാൽ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഉൽക്കകൾ താഴെ എത്തുമ്പോഴേക്കും കത്തിത്തീരുന്നില്ല.
ഭൂമിയിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. വൻ വേഗതയിൽ വരുന്ന ഉൽക്കകൾ വായുവുമായി ഉണ്ടാകുന്ന ഹർഷണം മൂലം കത്തിത്തീരുന്നു. അതുകൊണ്ട് ഉൽക്കകൾ വീണുള്ള പ്രശ്നങ്ങൾ ഇവിടെ അപൂർവമാണ്. ചൊവ്വയിൽ ജീവനുണ്ടോ എന്നുള്ളത് മനുഷ്യൻ വളരെ കാലം മുമ്പേ തന്നെ ചോദിച്ചു തുടങ്ങിയ ചോദ്യമാണ്. ചൊവ്വയിൽ നാം നടത്തിയ പര്യവേഷണങ്ങൾ ധാരാളമാണ്. നാം അയച്ച 6ഓളം ഉപഗ്രഹങ്ങൾ ചൊവ്വയെ ചുറ്റുന്നുണ്ട്. അവ ചൊവ്വയുടെ മണ്ണും അന്തരീക്ഷവും എല്ലാം വിശദമായി പഠിക്കുന്നുണ്ട്. അതുപോലെ ചൊവ്വയിൽ ഇറങ്ങിയ റോബോട്ടുകളുമുണ്ട്. അവയാണ് വൈക്കിംഗ്, പാത്ത്ഫൈൻഡർ, ഫീനിക്സ്, ക്യൂരിയോസിറ്റി, പെർസീവറൻസ് എന്നിവയൊക്കെ. 1976 വൈക്കിംഗ് ചൊവ്വയിൽ ഇറങ്ങിയത്. ചൊവ്വയുടെ മണ്ണിൽ ജീവന്റെ സാധ്യതകളുണ്ടോ എന്നറിയുകയായിരുന്നു ലക്ഷ്യം. ചൊവ്വയുടെ മണ്ണിൽ ജീവനുണ്ടോ എന്നറിയുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെയാണ് നാം അവിടെ തേടുന്നത്. ഇതിനായി ഓരോ മണൽത്തരിയും എടുത്ത് പരിശോധിക്കുക നടപ്പുള്ള കാര്യമല്ല. സൂക്ഷ്മജീവികളുണ്ടോ എന്നറിയാൻ വൈക്കിംഗ് നടത്തിയ പരീക്ഷണം പറയാം. കുറച്ച് മണ്ണെടുത്ത് അതൊരു അടച്ച ബോക്സിലാക്കി. ഭൂമിയിലെ ലാബുകളിൽ കോശങ്ങളും മറ്റും ജീവിക്കാൻ ഉപയോഗിക്കുന്ന ഇൻക്യുബേഷൻ ചേംബർ പോലൊരു ഉപകരണം. ഈ അടച്ച ബോക്സിലേക്ക് ആദ്യം ഹീലിയം നിറച്ചു. അങ്ങനെ അവിടെ ആദ്യമുണ്ടായിരുന്ന വാതകങ്ങൾ നീക്കം ചെയ്തു. ഇനിയാണ് വിവിധ പരീക്ഷണങ്ങൾ നടക്കുന്നത്. ആ മണ്ണിൽ സൂക്ഷ്മജീവികൾക്ക് വളരാൻ സഹായിക്കുന്ന എല്ലാവിധ പോഷകങ്ങളും അടങ്ങിയ ലായനി ഒഴിച്ചു കൊടുത്തു. ജലവും കൊടുത്തു. മണ്ണിൽ എന്തെങ്കിലും ജീവികളുണ്ടെങ്കിൽ അവയുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുകയും തന്മൂലം ജീവികളുടെ പ്രത്യേകത അനുസരിച്ച് ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ എന്നിവയിൽ ഏതെങ്കിലും വാതകങ്ങൾ ഉണ്ടാകണം. ഇത് കോടിയിൽ ഒരംശമാണെങ്കിൽ പോലും കണ്ടുപിടിക്കാൻ കഴിയും. പല ദിവസങ്ങളായി പരീക്ഷണങ്ങൾ നടത്തിയെങ്കിലും ജീവികൾ ഉള്ളതിൻ്റെ ലക്ഷണങ്ങളൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. വേറെയും ചില പരീക്ഷണങ്ങൾ വൈക്കിംഗ് നടത്തിയിരുന്നു. മണ്ണിനെ വിവിധ താപനിലയിൽ ചൂടാക്കുകയും അപ്പോൾ അതിൽ നിന്ന് വരുന്ന വാതകത്തിലെ ഘടകങ്ങൾ എന്താണെന്ന് പഠിക്കുകയും ചെയ്തു. അതിൽ കാർബൺ അടങ്ങിയ ജൈവ സംയുക്തങ്ങൾ ഒന്നും കിട്ടിയില്ല. അതിനർത്ഥം അവിടെ കുറഞ്ഞപക്ഷം ഉപരിതലത്തിൽ ജീവനുള്ള ഒന്നും തന്നെ ഇല്ലെന്നതാണ്. കാരണം ജീവികളുണ്ടെങ്കിൽ അവയുടെ ശരീരത്തിൽ ഉണ്ടാക്കപ്പെടുന്ന ഓർഗാനിക് തന്മാത്രകളുടെ അംശം അവിടുത്തെ മണ്ണിൽ തീർച്ചയായും ഉണ്ടായിരിക്കണം. ഭൂമിയിലാണ് ഈ പരിശോധന നടത്തിയതെങ്കിൽ ലഭിക്കുന്ന ഓർഗാനിക് തന്മാത്രകൾക്ക് ഒരു കുറവുമുണ്ടാകില്ല. എർത്തിലെ കടുത്ത സാഹചര്യങ്ങളിൽ ബാക്ടീരിയകൾക്ക് ജീവിക്കാമെങ്കിൽ എന്തുകൊണ്ട് ചൊവ്വയിലെ മണ്ണിൽ ജീവിച്ചുകൂടാ? ഈ പ്രതീക്ഷയും ആകാംക്ഷയും വീണ്ടും വീണ്ടും അനേകം പഠനങ്ങൾ നടത്താൻ പ്രേരണയായി. പഠനത്തിനായി പല റോവറുകളും ചൊവ്വയിലിറങ്ങി. അവയെല്ലാം പോയത് പുതിയ സാങ്കേതിക വിദ്യകളുമായി ആയിരുന്നു. ക്യൂരിയോസിറ്റി റോവർ ചൊവ്വയിൽ പരീക്ഷണങ്ങൾ നടത്തുകയാണ്. കൂടുതൽ ആധുനിക സാങ്കേതിക വിദ്യകളുമായി പെർസീവറൻസ് അവിടെ പോയി ഇറങ്ങിയിട്ടുണ്ട്. ഈ റോബോട്ടുകളും ചൊവ്വയുടെ പാറയും മണ്ണും വിശകലനം ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. ഇതിനായി ഉപയോഗിക്കുന്ന ലേസർ സാങ്കേതിക വിദ്യയാണ്. ശക്തമായ ലേസർ രശ്മികൾ ഉപയോഗിച്ച് വിശകലനം നടത്തേണ്ട ഭാഗം ഉരുക്കുന്നു. ഏതാനും മീറ്ററുകൾ വരെ അകലെയുള്ള പാറകൾ ഇങ്ങനെ ഉരുക്കാം. ഉരുകിയ ഭാഗത്തു നിന്നും വരുന്ന പ്രകാശം ഒരു പ്രത്യേക ടെലസ്കോപ്പ് ഉപയോഗിച്ച് ശേഖരിക്കുന്നു. ഏതെല്ലാം മൂലകങ്ങളും തന്മാത്രകളും പാറയിലുണ്ട് എന്നതിൻ്റെ വിവരം ഈ പ്രകാശത്തിലാണ് ഇരിക്കുന്നത്. സ്പെക്ട്രോസ്കോപ്പി എന്ന ടെക്നിക്കാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ വളരെ ചെറിയ അളവിൽ മീഥേൻ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. മീഥേൻ ചെറിയ അളവിലുള്ളത് അവിടെ ജീവനുണ്ടെന്നുള്ളതിന് തെളിവാണ്. കാരണം പലപ്പോഴും മീഥേൻ ജീവനുമായി ചെറിയ ബന്ധമുണ്ട്. ഭൂമിയിലെ അന്തരീക്ഷത്തിലും മീഥേൻ ഉണ്ട്. എർത്തിലെ ജീവന്റെ ഭാഗമായാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ മീഥേൻ ഉണ്ടാകാൻ കാരണം. എർത്തിലെ ചില ബാക്ടീരിയകൾ മീഥേൻ പുറപ്പെടുവിക്കുന്നുണ്ട്. സമാനമായി ചൊവ്വയിൽ എന്തുകൊണ്ടാണ് ചെറിയ അളവിൽ മീഥേൻ ഉള്ളത്? ഒരുപക്ഷെ അവിടെ മണ്ണിൽ നാം പരിശോധിക്കാത്ത ഇടങ്ങളിൽ മീഥേൻ ഉണ്ടാക്കുന്ന ജീവികളുണ്ടാകാം. അല്ലെങ്കിൽ അവിടുത്തെ പ്രകൃതിദത്തമായ പ്രവർത്തനങ്ങളിൽ, ഉദാഹരണത്തിന് അഗ്നിപർവ്വതങ്ങളിൽ നിന്നുമാകാം മീഥേൻ ഉണ്ടാകുന്നത്. ചൊവ്വയിൽ ഒരു കാലത്ത്, അതായത് കടലുണ്ടായിരുന്ന കാലത്ത് ജീവൻ ഉണ്ടായിരുന്നിരിക്കണം എന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. ഇതൊരു സാധ്യത മാത്രമാണ്. ചൊവ്വ രൂപം കൊണ്ട് ഏകദേശം 50 കോടി വർഷങ്ങളെങ്കിലും അവിടെ കടലുണ്ടായിരുന്നു. ചൊവ്വയിൽ ജീവനുണ്ടായിരുന്നെങ്കിൽ അത് വളരെ സങ്കീർണമായ ജീവനായിരുന്നിരിക്കാൻ വഴിയില്ല. കാരണം സങ്കീർണതയൊക്കെ പരിണമിച്ചു വരാൻ കൂടുതൽ കാലമെടുക്കും. ബാക്ടീരിയകൾ പോലുള്ള ഏകകോശ ജീവികളായിരുന്നിരിക്കണം ചൊവ്വയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ ഫോസിലുകൾ എങ്ങനെ ലഭിക്കും? ഏകകോശ ജീവികളുടെ കാര്യത്തിൽ നാം നോക്കുന്നത് തന്മാത്രാ തലത്തിലുള്ള ഫോസിലുകളാണ്, അഥവാ മോളിക്കുലാർ ഫോസിൽസ്. ചൊവ്വയിലെ ജീവൻ്റെ അവശിഷ്ടങ്ങളുള്ള പാറകൾ അതിൻ്റെ ഉപരിതലത്തിലുള്ളവ ആവണമെന്നില്ല. അവ എവിടെയായിരിക്കുമെന്നത് നമുക്കറിയുകയുമില്ല. ചൊവ്വയുടെ ഉപരിതലം പല വിധത്തിലുള്ള ശോഷണങ്ങൾക്ക് വിധേയമാണ്. അവിടെയുള്ള ശക്തമായ കാറ്റും പൊടിപടലങ്ങളും അഗ്നിപർവ്വതങ്ങളും ഉൽക്കാപതനങ്ങളും കാരണം ഉപരിതലത്തിൽ പാറകൾ വീടിച്ചു പോകാതെ കോടിക്കണക്കിന് വർഷങ്ങൾ ഇരിക്കുന്നത് അസാധാരണമാണ്.
ചൊവ്വയുടെ ഉപരിതലത്തിൽ വലിയ അളവിൽ അൾട്രാവയലറ്റ് രശ്മികളും പതിക്കുന്നുണ്ട്. ഓക്സിജന്റെ അളവ് തീരെ കുറവായതിനാൽ ചൊവ്വയ്ക്ക് ഭൂമിയുടേത് പോലുള്ള ഓസോൺ പാളിയൊന്നുമില്ല. ഇതിനും പുറമെയാണ് കോസ്മിക് വികിരണങ്ങൾ. അപ്പോൾ ഉപരിതലത്തിൽ ഒന്നും സ്ഥായിയായി നിലനിൽക്കില്ല. ഒരുപക്ഷെ ചൊവ്വയിൽ പണ്ട് രൂപം കൊണ്ട ഗർത്തങ്ങളിലോ അല്ലെങ്കിൽ മണ്ണിനടിയിലോ ഇത്തരം പാറകൾ കണ്ടേക്കാം. പക്ഷേ എവിടെയാണെന്ന് വെച്ച് നാം നോക്കും. ഇത്തരം പാറകൾ കിട്ടിയാൽ ചൊവ്വയിൽ കടലുണ്ടായിരുന്ന കാലത്ത്, അതായത് ഏകദേശം 350 അല്ലെങ്കിൽ 400 കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവനുണ്ടായിരുന്നോ എന്ന് പറയാൻ കഴിയും. പെർസീവറൻസ് എന്ന പര്യവേഷണത്തിൽ ചൊവ്വയിലിറങ്ങിയ ഒരു റോവർ വാഹനവും ഒരു കൊച്ചു ഹെലികോപ്റ്ററുമുണ്ട്. റോവർ ഇറങ്ങുന്നത് ഒരു കുഴി പോലെയുള്ള താഴ്ന്ന പ്രദേശത്താണ്. അവിടെ ധാരാളം പഠനങ്ങൾ നടത്താനുള്ള ഉപകരണങ്ങളും ഇതിലുണ്ട്. ഉപരിതലത്തിലെ മണ്ണിലെയും പാറയിലെയും രാസഘടകങ്ങൾ അറിയാനുള്ള ഉപകരണങ്ങൾ, മണ്ണിനടിയിൽ 10 മീറ്ററോളം താഴ്ചയിൽ ജലം, ഐസ് എന്നിവയൊക്കെയുണ്ടോ എന്നറിയാനുള്ള റഡാർ, ജൈവ തന്മാത്രകൾ അടങ്ങിയിട്ടുണ്ടോ എന്നറിയാനുള്ള ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഇതിൽപ്പെടും. ചൊവ്വയുടെ മണ്ണിനടിയിൽ ഇന്നും ജീവനുണ്ടാകാം എന്ന് ചില സംശയങ്ങളുണ്ട്. കാരണം മണ്ണിനടിയിൽ ജലാംശമുണ്ട്, ജീവിക്കാൻ വേണ്ട മറ്റെല്ലാ മൂലകങ്ങളുമുണ്ട്. ഇതൊക്കെ ഉറപ്പിക്കാൻ കൂടി വേണ്ടിയാണ് പെർസീവറൻസ് അവിടെ മണ്ണിനടിയിൽ റഡാർ ഉപയോഗിച്ച് പഠനങ്ങൾ നടത്തുന്നത്. എർത്തിലെ പോലെ അവിടെ മണ്ണിൽ വളരെ ആഴത്തിൽ ബാക്ടീരിയ പോലുള്ള ജീവികളുണ്ടാകാം. നമ്മുടെ മുൻ പര്യവേഷണങ്ങളൊന്നും ചൊവ്വയിൽ ആഴത്തിൽ കുഴിച്ചു പഠിച്ചിട്ടില്ല. പുതിയ പഠനങ്ങൾ പുതിയ അറിവുകൾ നൽകിയേക്കാം. അതുവരെ ചൊവ്വയിലെ ജീവൻ ഒരു അനുമാനം മാത്രമാണ്.